പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗത് സിംഗ് ഒക്കെ പഠിച്ചു. അതിന് മുമ്പോടിയായിട്ട് തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ഇന്നേ ദിവസം നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പ്രധാന ചില വസ്തുതകൾ പഠിക്കാൻ പോവാം. ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആശയ പ്രചരണങ്ങളാകാം, ആ ആശയ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംഘടനകളാകാം, അതുമല്ലെങ്കിൽ കൂട്ടായ്മകളാകാം, അതുമല്ലെങ്കിൽ സമ്മേളനങ്ങളാകാം, അതുമല്ലെങ്കിൽ പ്രത്യേക സ്ഥാപനങ്ങളാകാം. ഇതൊക്കെ ദേശീയ പ്രസ്ഥാനം എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ആരംഭിച്ചാലോ? യെസ്, ദേശീയ പ്രസ്ഥാനം, ഭൂവുടമ പ്രസ്ഥാനം അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി. ഈ ഒരു സംഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന, ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭൂവുടമ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന, ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഭൂവുടമ പ്രസ്ഥാനം അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ് എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് ഇത് സെമീന്ദാർമാരുടെ കൂട്ടായ്മയാണ് എന്നതിനാൽ സെമീന്ദാരി അസോസിയേഷൻ എന്നും അറിയപ്പെടുന്നു. നമ്മൾ ആ സാമൂഹിക പരിഷ്കരണം പഠിച്ചപ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു അല്ലെ. അപ്പൊ ഓർമ്മിക്കുക, ഭൂവുടമ പ്രസ്ഥാനം അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന. എവിടെയൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത്? ബംഗാൾ, ബീഹാർ, ഒഡീഷ ഭൂപ്രദേശങ്ങളിൽ. ബംഗാൾ, ബീഹാർ, ഒഡീഷ ഭൂപ്രദേശങ്ങളിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആദ്യമായി ദിവാനി അധികാരങ്ങൾ ലഭിക്കുന്നത്. അതായത് നികുതി പിരിവിനുള്ള അധികാരം ലഭിക്കുന്നത്. ആ ബ്രിട്ടീഷുകാർ നികുതി പിരിവിനുള്ള അധികാരം പിൽക്കാലത്ത് ആർക്ക് കൊടുത്തു? ബംഗാൾ പ്രവിശ്യയിലെ 1793 പെർമനന്റ് സെറ്റിൽമെന്റ് അനുസരിച്ച് ആർക്ക് കൊടുക്കുകയാണ്? സെമീന്ദാർമാർക്ക്. പക്ഷേ ഈ സെമീന്ദാരി സമ്പ്രദായത്തിൽ അഥവാ പെർമനന്റ് സെറ്റിൽമെന്റിൽ കുറേയധികം കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത 10 വർഷത്തേക്കുള്ള നികുതി ഏറ്റവും കൂടുതൽ തുക ആരാണോ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നത് അവരെ എന്ത് ചെയ്യാനായിട്ട് നിയമിക്കും? നികുതി പിരിക്കാനായിട്ട് നിയമിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് കൂടുതൽ തുക കൊടുക്കേണ്ടി വരുന്ന സെമീന്ദാർമാർ ജനങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കേണ്ടി വരും. അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെ സമീപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എന്ത്? സെമീന്ദാരി അസോസിയേഷൻ. ജനങ്ങളിൽ നിന്ന് അധിക നികുതി ഈടാക്കാൻ തങ്ങളെ കൊണ്ട് കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ കർശനമായ നികുതി വ്യവസ്ഥിതി ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരെ സമീപിക്കാൻ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ കൂട്ടായ്മ. അത് ആർക്ക് വേണ്ടിയായിരുന്നു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് വിളിക്കുക? ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന എന്ന് വിളിക്കുക. ഇവിടെ സെമീന്ദാരി അസോസിയേഷൻ എന്ന് കണ്ടിട്ട് അത് ജന്മിമാരുടെ കൂട്ടായ്മയല്ലേ, അതെങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിയായി എന്ന് സംശയമുണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. 1838 ആരംഭിച്ചത്. പക്ഷെ നിങ്ങൾ ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1830 എന്ന വർഷം കണ്ടേക്കാം. യഥാർത്ഥത്തില് ഇവരൊരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് ആദ്യമായി ചർച്ച ചെയ്തു തുടങ്ങിയത് 1830 തന്നെ. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന പേരിൽ ബ്രിട്ടീഷ് അംഗീകാരത്തോടു കൂടി രജിസ്റ്റർ ചെയ്തത് 1838 അതുകൊണ്ട് PSCയുടെ ഔദ്യോഗിക ഉത്തരവും എന്ത് തന്നെയാണ്? 1838 അതുകൊണ്ടാണ് ഞാനിവിടെ സ്ഥാപിതമായത് അഥവാ നിലവിൽ വന്നത് 1838 എന്ന് പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് പറയാം രൂപീകരിച്ചത് 1830 നിലവിൽ വന്നത് അഥവാ സ്ഥാപിതമായത് 1838 കാരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിന് കർശനമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് 1813 ചാർട്ടർ നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇവർ രൂപീകരിച്ചത് 1830 സ്ഥാപിച്ചത് നിലവിൽ വന്നത് രജിസ്റ്റർ ചെയ്തത് 1838 ക്ലിയർ? ആസ്ഥാനം കൽക്കട്ടയാണ്. സ്ഥാപകൻ എന്ന് പറയുന്നത് ദ്വാരകാനാഥ ടാഗോർ. ദ്വാരകാനാഥ ടാഗോറിന്റെ പുത്രനാണ് ദേവേന്ദ്രനാഥ ടാഗോർ. ആ ദേവേന്ദ്രനാഥ ടാഗോറിന്റെ സുഹൃത്തായിരുന്നു രാജാറാം മോഹൻ റോയ്. അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജാറാം മോഹൻ റോയ് പഠിച്ച സമയത്ത് ഇത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അല്ലെ, മറക്കില്ലല്ലോ. അപ്പോ ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭൂവുടമ പ്രസ്ഥാനം അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ്. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ ഭൂപ്രദേശങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത്.
എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? സെമീന്ദാരി അസോസിയേഷൻ. സ്ഥാപിച്ചത് 1838, എന്നാൽ രൂപീകരിച്ചത് 1830. ആസ്ഥാനം കൽക്കട്ടയിലാണ്. സ്ഥാപകനാരാണ്? ദോരകാനാഥ ടാഗോറുമാണ്. അടുത്ത് പറയുന്നു ഭൂദാന പ്രസ്ഥാനം. കൂടുതൽ ഭൂമി സ്വന്തമായിട്ടുള്ളവര് ഭൂമി ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നൊരു ആശയം പ്രചരിപ്പിക്കുക എന്നതാണ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ഭൂ ഉടമ പ്രസ്ഥാനം നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചു. ഇതെന്താണ്? ഭൂദാന പ്രസ്ഥാനം. ഭൂദാന പ്രസ്ഥാനം രൂപം കൊണ്ടത് 1951 തുടക്കം കുറിച്ചത് ഇന്നത്തെ തെലങ്കാന സംസ്ഥാനത്തിന്റെ ഭാഗമായ പോച്ചംപള്ളിയിലാണ്. ഞാനത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, അയ്യോ തെലങ്കാന അല്ലല്ലോ, ഞങ്ങൾ ആന്ധ്രാപ്രദേശ് എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ചില പുസ്തകങ്ങളിൽ ആന്ധ്രാപ്രദേശ് എന്നുണ്ട്. തെറ്റില്ല. നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ കാണുമ്പോൾ അവിടെ ആന്ധ്രാപ്രദേശിലെ പോച്ചംപള്ളിയാണെന്ന് കണ്ടേക്കാം. അതും തെറ്റല്ല. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം തെലങ്കാന ഉൾപ്പെടെ 2014 മുൻപ് ഒരൊറ്റ സംസ്ഥാനമായിരുന്നു. ആ സമയത്ത് പോച്ചംപള്ളി ആന്ധ്രയിൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഭൂദാന പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ അത് ആന്ധ്രാപ്രദേശിലെ പോച്ചംപള്ളിയിലായിരുന്നു. പക്ഷേ തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അതെന്തായിട്ട് മാറി? തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അതെന്തായിട്ട് മാറി? പോച്ചംപള്ളി തെലങ്കാന സംസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തെലങ്കാന എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അന്ന് നേരത്തെ അത് ആന്ധ്രാപ്രദേശിലായിരുന്നു, നിലവിലെ തെലങ്കാനയിലാണ്. അപ്പൊ ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് 1951, തുടക്കം കുറിച്ചത് ഇന്നത്തെ തെലങ്കാന സംസ്ഥാന ഭാഗമായ പോച്ചംപള്ളിയിലും. നേതാവ് വിനോബ ഭാവെ. ആദ്യമായി വിനോബ ഭാവെയുടെ ഒരു ആശയം അനുസരിച്ച് ഭൂമി ദാനം ചെയ്തത് ആരായിരുന്നു? രാമചന്ദ്ര റെഡ്ഡി ആയിരുന്നു. രാമചന്ദ്ര റെഡ്ഡി മുൻവർഷ ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന അധിക ഭൂമി അദ്ദേഹം സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഭൂദാന പ്രസ്ഥാനത്തിന് എഴുതി നൽകി. വിനോബ ഭാവയ്ക്ക് എഴുതി നൽകി. മനസ്സിലായോ? ഓക്കെ. വിനോബ ഭാവെ നമുക്കറിയാം, ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി, സ്പിരിച്വൽ സക്സസർ എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. അപ്പൊ ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് 1951, തുടക്കം കുറിച്ചത് പോച്ചംപള്ളി, ഇന്നത്തെ തെലങ്കാന സംസ്ഥാനത്ത്. ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവ് വിനോബ ഭാവെ. ആദ്യമായി ഭൂമി ദാനം ചെയ്തത് രാമചന്ദ്ര റെഡ്ഡിയും. മറക്കില്ലാലോ. അടുത്ത പറയുന്നു അനുശീലൻ സമിതി. ബംഗാളിലെ ആദ്യ രഹസ്യ വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി എന്ന് പറയുക. അനുശീലൻ സമിതി പുറപ്പെടുവിച്ച ലഘുലേഖയാണ് ഭവാനി മന്ദിർ എന്ന പേരിൽ അറിയപ്പെടുക. വിപ്ലവ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിച്ച ലഘുലേഖ. അനുശീലൻ സമിതിയുടെ കീഴിൽ ആരംഭിച്ച മാസികയായിരുന്നു യുഗാന്തർ. യുഗാന്തർ എന്ന മാസിക ആരംഭിച്ചത് 1906. യുഗാന്തർ മാസികയുടെ പ്രധാന ലക്ഷ്യം ബംഗാളില് സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്ത് ആശയങ്ങൾ പ്രചരിക്കുക എന്നായിരുന്നു. അനുശീലൻ സമിതിയുടെ സ്ഥാപകർ ആരൊക്കെ? പ്രമാദനാഥ് മിത്ര, ബരീന്ദ്രകുമാർ ഘോഷ് എന്നിവർ. ഇതില് യുഗാന്തർ എന്ന പ്രസിദ്ധീകരണത്തില് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ രചിച്ചിരുന്നത് ആരാണ്? ബരീന്ദ്രകുമാർ ഘോഷിയുമാണ് കേട്ടോ. ഈ അനുശീലൻ സമിതിക്ക് ധാക്കയിൽ നേതൃത്വം നൽകിയത് ആരാണ്? പുലൻ ബിഹാരി ദാസ് ആണ്. അതെന്തിനാ അങ്ങനെ ധാക്കയിൽ നിന്ന് എടുത്തു പറയണേ? അതിനൊരു കാരണമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അനുശീലൻ സമിതി 1902 ആരംഭിച്ചു. അതെന്താണ്? ബംഗാളിലെ ആദ്യത്തെ രഹസ്യ വിപ്ലവ സംഘടനയാണ്. ഈ രഹസ്യ വിപ്ലവ സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ ലഘുലേഖ ഭവാനി മന്ത്രാണ്. ആരംഭിച്ച മാസിക യുഗാന്തറാണ്. 1906 സ്വദേശി പ്രസ്ഥാന കാലഘട്ടത്തിൽ. ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്തുകൊണ്ടാ? ബംഗാൾ വിഭജനത്തിന് ശേഷമല്ലേ. അതുകൊണ്ട് തന്നെ ബംഗാളിലെ കൽക്കട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അനുശീലൻ സമിതിയിലെ പ്രവർത്തകര് ആരൊക്കെ? പ്രമാദനാഥ് മിത്ര, ബരീന്ദ്രകുമാർ ഘോഷ് എന്നിവർ. ബംഗാൾ വിഭജനത്തിന് ശേഷം ധാക്കയിൽ നേതൃത്വം നൽകിയത്, അനുശീലൻ സമിതിക്ക് ധാക്കയിൽ നേതൃത്വം നൽകിയത്, ധാക്ക കേന്ദ്രീകരിച്ച് നേതൃത്വം നൽകിയത് പുലൻ ബിഹാരി ദാസുമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ധാക്കയിൽ നമ്മൾ എടുത്തു പറയുക. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പോ 3 സംഘടനകൾ നമ്മൾ പഠിച്ചു. 3ഉം വളരെ പെട്ടെന്ന് റിവിഷൻ ചെയ്ത് നോക്കാം. ഭൂവുടമ പ്രസ്ഥാനം അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി, ഇന്ത്യയിലെ തന്നെ ആദ്യ രാഷ്ട്രീയ പ്രസ്ഥാനം. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. വിശേഷണം സെമീന്ദാരി അസോസിയേഷൻ. സ്ഥാപിച്ചത് 1838. ആസ്ഥാനം കൽക്കട്ട. സ്ഥാപകർ ദോരകാനാഥ ടാഗോർ. ഭൂദാന പ്രസ്ഥാനം സ്ഥാപിച്ചത് 1951. തുടക്കം കുറിച്ചത് തെലങ്കാന സംസ്ഥാനത്ത്, നിലവിൽ തെലങ്കാന സംസ്ഥാനത്തുള്ള പോച്ചംപള്ളിയില. നേതാവ് എന്ന് പറയുന്നത് വിനോബ ഭാവെ. ആദ്യമായി ഭൂമി ദാനം ചെയ്തത് രാമചന്ദ്ര റെഡ്ഡി. അനുശീലൻ സമിതി 1902 ബംഗാളിലെ ആദ്യത്തെ രഹസ്യ വിപ്ലവ സംഘടന. ലഘുലേഖ ഭവാനി മന്ത്രം എന്നറിയപ്പെടുന്നു.
മാസിക യുഗാന്തർ ആരംഭിച്ചത് 1906. സ്ഥാപകർ പ്രമാദനാഥ മിത്ര, ബരീന്ദ്രകുമാർ ഘോഷ് എന്നിവർ. ധാക്കയിൽ നേതൃത്വം നൽകിയത് പുലിൻ ബിഹാരി ദാസ്. അടുത്ത നമ്മൾ പറയുന്നു ഹിതകാരുണ്യ സമാജം അഥവാ ഹിതകാരുണ്യ സംഘം. ഹിതകാരുണ്യ സമാജം അഥവാ ഹിതകാരുണ്യ സംഘം രൂപീകരിച്ചത് 1906. ഇത് ആന്ധ്രാപ്രദേശിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു. തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ. ഏത് വർഷം? 1892. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് വീരേശലിംഗം പന്തലു. ഏത് വർഷമാണ്? 1892. നമ്മൾ വേറെ എവിടെയെങ്കിലും മദ്രാസ് ഹിന്ദു അസോസിയേഷൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആനി ബെസന്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനി ബെസന്റ് 1904 ആരംഭിച്ച സംഘടനയുടെ പേര്. ആനി ബെസന്റ് 1904 ആരംഭിച്ച സംഘടനയുടെ പേര് എന്ത് തന്നെയാണ്? മദ്രാസ് ഹിന്ദു അസോസിയേഷൻ തന്നെയാണ്. ശരിയല്ലേ? അപ്പോ 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ് ആണ്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ വീരേശലിംഗം പന്തലുവുമാണ്. വീരേശലിംഗം പന്തലു തുടക്കം കുറിച്ച മാസികയായിരുന്നു വിവേകവർധിനി. എന്താണ്? വിവേകവർധിനി. കേസ് ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. വിവേകവർധിനി ആരംഭിച്ച മാസിക ഏത് വർഷമാണ്? 1874. അപ്പോൾ ഹിതകാരുണ്യ സമാജം അഥവാ ഹിതകാരുണ്യ സംഘം രൂപീകരിച്ചത് 1906. ആന്ധ്രാപ്രദേശിലെ സാമൂഹിക പരിഷ്കരണ സംഘടനയാണ്. സാമൂഹിക പരിഷ്കരണത്തിന് ആന്ധ്രാപ്രദേശിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? വീരേശലിംഗം പന്തലുവാണ്. എന്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാം? ആന്ധ്രാപ്രദേശിലെ രാജാറാം മോഹൻ റെഡ്ഡി എന്ന് വിളിക്കാം കേട്ടോ. സ്ഥാപകൻ വീരേശലിംഗം പന്തലു. അദ്ദേഹത്തിന്റെ മറ്റൊരു സംഘടനയാണ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ. 1892. മാസികയുടെ പേര് വിവേകവർധിനി. വിവേകവർധിനി എന്ന മാസിക ആരംഭിച്ചത് എന്നാണ്? 1874. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. ഗുഡ്. വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ആനി ബെസന്റ് 1904 ആരംഭിച്ച സംഘടനയാണ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് വീരേശലിംഗം പന്തലു. ക്ലിയർ ആണ്? അടുത്ത് പറയുന്നു ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി PSC പ്രാധാന്യത്തോടെ ചോദിക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗദ്ദാർ പാർട്ടി അതൊരു വിപ്ലവ സംഘടനയാണ്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം. രൂപീകരിച്ചത് 1913 നവംബർ മാസം 1-ാം തീയതി. സ്ഥാപകൻ ലാല ഹർദയാൽ. തുടക്കം കുറിച്ചത് സാൻ ഫ്രാൻസിസ്കോ. അപ്പൊ ഇവിടെയാണ് ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവമാണ്. രൂപീകരിച്ചത് 1913 നവംബർ മാസം 1-ാം തീയതി. സ്ഥാപകൻ ലാല ഹർദയാൽ. ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യകാല പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടന. ഹിന്ദുസ്ഥാനിൽ കോളനിവൽക്കരണം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാരെ എതിർക്കുവാൻ പസഫിക് തീരത്തുകൂടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന് ബ്രിട്ടീഷുകാരെ തുരത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി അത്യാവശ്യ പരിശീലനങ്ങൾ നൽകുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. വിപ്ലവകാരികൾക്ക് സായുധ പരിശീലനം നൽകി പസഫിക് സമുദ്രത്തിലൂടെ ഇന്ത്യയിൽ എത്തിക്കുകയും ആ വിപ്ലവകാരികളുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അപ്പൊ ഇവര് പ്രധാനമായും ആൾക്കാരെ ഈ സംഘടനയിൽ ചേർക്കുവാനും സായുധ പരിശീലനം നൽകുവാനും ശ്രമിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് മാത്രമാണോ ഈ സംഘടന ചെയ്തിരുന്നത്? അല്ല. നമുക്ക് നോക്കാം. അപ്പൊ ഗദ്ദാർ പാർട്ടി, ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വിപ്ലവം. രൂപീകരിച്ചത് 1913 നവംബർ 1-ന്. സ്ഥാപകൻ ലാല ഹർദയാൽ. ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോയാണ്. ആദ്യനാമം പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയുന്നത് സോഹൻ സിംഗ് ഫഗ്മൻ. സോഹൻ സിംഗ് ഫഗ്മൻ. സ്ഥാപക സെക്രട്ടറി സ്ഥാപകനായ ലാല ഹർദയാൽ തന്നെ. മറ്റു നേതാക്കൾ എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? ആരായി റാഷ് ബിഹാരി ബോസ്? നമ്മൾ സുഭാഷ് ചന്ദ്രബോസ് പഠിച്ചപ്പോൾ പറഞ്ഞു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് 1942 ജപ്പാനിലെ ടോക്കിയോയിൽ ആരംഭിച്ചത് റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. ആ റാഷ് ബിഹാരി ബോസിൽ അംഗമാണ്. കത്താർ സിംഗ് സാരഭ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? നമ്മുടെ ഭഗത് സിംഗിന്റെ ഗുരു ഖത്താർ സിംഗ് സാരഭ, പിന്നെ അബ്ദുൽ ഹഫീസ് മുഹമ്മദ്. അപ്പോൾ മറ്റ് ഗദ്ദാർ പാർട്ടിയിലെ മറ്റ് പ്രധാന നേതാക്കളാണ് ആരൊക്കെ? റാഷ് ബിഹാരി ബോസ്, ഖത്താർ സിംഗ് സാരഭ, അബ്ദുൽ ഹഫീസ് മുഹമ്മദ് എന്നിവർ. ലക്ഷ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക. ഈ ഗദ്ദാർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമായിരുന്നു കോമതകമാരു പ്രക്ഷോഭം. 1914 കാനഡയിലായിരുന്നു. അതായത് ഇന്ത്യൻ അഭയാർത്ഥികൾ കപ്പൽ മാർഗം കാനഡയിൽ എത്തിച്ചേർന്നു. ബ്രിട്ടീഷുകാരുടെ ചൂഷണമൊക്കെ ഭയന്നിട്ട് കർഷകരും ചെറുകിട കൈത്തൊഴിലുകാരും ഒക്കെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യാം. ഇന്നും ഒരുപാട് ഇന്ത്യൻ വംശജർ കാനഡയിലുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കാനഡയിലേക്ക് എത്തി. കാനഡയിലേക്ക് എത്തിയപ്പോൾ ആദ്യകാലത്ത് കാനഡയിലെ ജനസംഖ്യ കുറവായത് കൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റ് അഭയാർത്ഥികളെ സ്വീകരിച്ചു. പക്ഷേ അഭയാർത്ഥികളുടെ എണ്ണം കൂടുമെന്ന് ഭയന്നിട്ട് കാനഡ എന്ത് ചെയ്തു? ഇന്ത്യൻ അഭയാർത്ഥികളെ കപ്പലിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല. ഈ ഇന്ത്യൻ അഭയാർത്ഥികൾ വന്ന കപ്പലിന്റെ പേരായിരുന്നു എന്താ? കോമതകമാരു. ഇന്ത്യൻ അഭയാർത്ഥികൾ വന്ന കപ്പലിന്റെ പേരാണ് കോമതകമാരു. ഈ കോമതകമാരു എന്ന കപ്പലിൽ വന്ന ഇന്ത്യൻ അഭയാർത്ഥികളെ കാനഡൻ തീരത്ത് ഇറങ്ങാൻ ആര് അനുവദിച്ചില്ല? അവിടുത്തെ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല, ഗവൺമെന്റ് അനുവദിച്ചില്ല. അതിനെതിരെ അഭയാർത്ഥികളെ ഇറക്കണമെന്നും അഭയാർത്ഥികളെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗദ്ദാർ പാർട്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഈ കോമതകമാരു പ്രക്ഷോഭം എന്നറിയപ്പെടുക. യഥാർത്ഥത്തില് ഇന്ത്യൻ അഭയാർത്ഥികൾ വന്ന കപ്പലിന്റെ പേരാണ് കോമതകമാരു കേട്ടോ. ഏത് വർഷമാണ്? 1914 ഇവിടെ കാനഡയിൽ. ഒടുവില് ഗദ്ദാർ പാർട്ടിയുടെ ആവശ്യപ്രകാരം കാനഡ ഗവൺമെന്റ് അംഗീകരിക്കുകയും ഇന്ത്യൻ അഭയാർത്ഥികളെ അവിടെ തങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം. രൂപീകരിച്ചത് 1913 നവംബർ മാസം 1-ാം തീയതി. സ്ഥാപകൻ ലാലാ ഹർദയാലാണ്. ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. ആദ്യ നാമം പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ. സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് പട്ന. മറ്റ് നേതാക്കൾ ആരൊക്കെ? സെക്രട്ടറി ആയിട്ട് ലാലാ ഹർദയാലിനുണ്ട്. മറ്റ് നേതാക്കൾ റാഷ് ബിഹാരി ബോസ്, ഖത്താർ സിംഗ് സാരഭ, അബ്ദുൽ ഹഫീസ് മുഹമ്മദ് എന്നിവർ. ലക്ഷ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക. പ്രധാന പ്രക്ഷോഭം എന്ന് പറയുന്നത് കോമതകമാരു പ്രക്ഷോഭം 1914 കാനഡയിൽ. ഇന്ത്യൻ അഭയാർത്ഥികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു കോമതകമാരു. ഓക്കെ, ഗദ്ദാർ പാർട്ടി പുറത്തിറക്കിയ ലഘുരേഖ ഗദ്ദാർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഗദ്ദാർ എന്ന ലഘുരേഖയുടെ തലക്കെട്ട് അംഗ്രസി രാജ് കാ ദുശ്മൻ, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ എന്താണ്? എതിർത്ത് നിൽക്കുന്നവർ, അവരെ എതിർക്കുന്നവർ എന്നർത്ഥം. ശത്രു എന്നർത്ഥം. ദുഷ്മൻ ശത്രു. അംഗ്രസി രാജ് കാ ദുശ്മൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്ന ശത്രു. പരസ്യം ധീര വിപ്ലവകാരികളെ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഗദ്ദാർ പാർട്ടിയുടെ ലക്ഷ്യം, ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചിരിക്കുന്ന സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഇന്ത്യൻ വംശജർക്ക് ആവശ്യമായ സായുധ പരിശീലനം നൽകുകയും പസഫിക് തീരം വഴി ഇന്ത്യയിലെത്തി എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം. അതുകൊണ്ട് ധീര വിപ്ലവകാരികളെ ആവശ്യമുണ്ട് എന്നതായിരുന്നു ഈ ലഘുരേഖയിലെ പരസ്യം. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് യുദ്ധരംഗം ഇന്ത്യ. ശമ്പളം മരണമായിരിക്കും, പക്ഷേ അതിന് മൂല്യമുണ്ടാകും രക്തസാക്ഷിത്വം. നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ സ്വാതന്ത്ര്യമാണ്. എന്തായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ പരസ്യം? ധീര വിപ്ലവകാരികൾ ആവശ്യമുണ്ട്, യുദ്ധരംഗം ഇന്ത്യ. ശമ്പളം മരണം, മൂല്യം രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം. ഗദ്ദാർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പിരിച്ചുവിട്ടത് 1948. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ്. സായുധ വിപ്ലവത്തിലൂടെയെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക. പക്ഷേ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് ഈ സംഘടന 1948 പിരിച്ചുവിടുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്. അപ്പോ ലഘുലേഖ ഗദ്ദാർ എന്ന പേരിൽ അറിയപ്പെടും. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം നമുക്കറിയാം. ഗദ്ദാർ എന്ന ലഘുലേഖയുടെ തലക്കെട്ട് അംഗ്രസി രാജ് കാ ദുശ്മൻ. പരസ്യം ധീര വിപ്ലവകാരികൾ ആവശ്യമുണ്ട്. യുദ്ധരംഗം ഇന്ത്യ. ശമ്പളം മരണം, മൂല്യം രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം. സംഘടന പിരിച്ചുവിട്ടത് 1948 ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പറയുന്നു ഭാരതീയ വിദ്യാഭവൻ. ഇതൊരു വിദ്യാഭ്യാസ ട്രസ്റ്റ് ആണ്. ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ഗാന്ധിജിയുടെ സഹായത്തോടുകൂടി തുടക്കം കുറിച്ചൊരു വിദ്യാഭ്യാസ ട്രസ്റ്റാണ് ഭാരതീയ വിദ്യാഭവൻ.
സ്ഥാപിച്ചത് 1938 മുംബൈയിൽ. ആരാ സ്ഥാപിച്ചേ? KM മുൻഷി. അപ്പോൾ ഭാരതീയ വിദ്യാഭവൻ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ട്രസ്റ്റാണ്. സ്ഥാപിച്ചത് 1938 ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. സ്ഥാപകൻ KM മുൻഷി. അതിനുവേണ്ട സഹായം നൽകിയത്, പിന്തുണ നൽകിയത് ആരാണ്? ഗാന്ധിജിയുമാണ്. അപ്പൊ PSC ചോദിക്കും, ഗാന്ധിജിയുടെ സഹായത്തോടു കൂടി മുംബൈയിലെ KM മുൻഷി തുടക്കം കുറിച്ച വിദ്യാഭ്യാസ ട്രസ്റ്റ് ഏത്? ഭാരതീയ വിദ്യാഭവൻ. ക്ലിയർ ആണേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? ഭൂവുടമ പ്രസ്ഥാനം അഥവാ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി, അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ലാൻഡ് ഓണേഴ്സ് സൊസൈറ്റി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. വിശേഷണം സെമീന്ദാരി അസോസിയേഷൻ. സെമീന്ദാർമാരുടെ കൂട്ടായ്മയാണ്. സെമീന്ദാർമാർക്ക് അധിക നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് സെമീന്ദാരി അധികാരം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് അതിനേക്കാൾ കൂടുതൽ തുക ജനങ്ങളിൽ നിന്ന് പിരിക്കേണ്ടി വരും. അത് ജനജീവിതം ദുസ്സഹമാക്കും. അതുകൊണ്ട് നികുതിയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെമീന്ദാർമാരുടെ കൂട്ടായ്മ ബ്രിട്ടീഷുകാർക്ക് നിവേദനം സമർപ്പിക്കണം, ബ്രിട്ടീഷുകാരുടെ ആവശ്യം ഉന്നയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ് എന്ത്? ഈ ലാൻഡ് ഓണേഴ്സ് സൊസൈറ്റി അഥവാ ഭൂവുടമ പ്രസ്ഥാനം. സ്ഥാപിതമായത് 1838, എന്നാൽ രൂപീകരിക്കപ്പെട്ടത് 1830. ആസ്ഥാനം കൽക്കട്ടയാണ്. സ്ഥാപകൻ ദ്വാരകാനാഥ ടാഗോർ. അടുത്ത് പറഞ്ഞു ഭൂദാന പ്രസ്ഥാനം. സ്ഥാപിച്ചത് 1951. അന്ന് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായി പോച്ചമ്പള്ളി ആയിരുന്നു തുടക്കം കുറിച്ചത്. എന്നാൽ ഇന്ന് അത് തെലങ്കാന സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. നേതാവ് വിനോബ ഭാവെ. ആദ്യമായി ഭൂമി ദാനം ചെയ്തത് രാമചന്ദ്ര റെഡ്ഡി. അധിക ഭൂമിയുള്ളവരിൽ നിന്ന് ഭൂമി മേടിച്ച് ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യുക, സോഷ്യലിസം എന്ന കാഴ്ചപ്പാട്. അനുശീലന സമിതി 1902. ബംഗാളിലെ ആദ്യ രഹസ്യ വിപ്ലവ സംഘടന. ലഘുലേഖ ഭവാനി മന്ദിർ എന്നറിയപ്പെടുന്നു. മാസിക യുഗാന്തർ. യുഗാന്തർ എന്ന മാസിക ആരംഭിച്ചത് 1906. അനുശീലൻ സമിതിയുടെ മാസികയായിരുന്നു. സ്ഥാപകൻ പ്രമാദനാഥ് മിത്ര, കൂടാതെ ബരീന്ദ്രകുമാർ ഘോഷ്. ബംഗാൾ വിഭജനത്തിന് ശേഷം അനുശീലൻ സമിതിക്ക് ധാക്കയിൽ നേതൃത്വം നൽകിയത് പുലിൻ ബിഹാരി ദാസ് ആയിരുന്നു. ധാക്കയിൽ നേതൃത്വം നൽകിയത് പുലിൻ ബിഹാരി ദാസ്. ഹിതകാരുണ്യ സമാജം അഥവാ ഹിതകാരുണ്യ സംഘം രൂപീകരിച്ചത് 1906 വീരേശലിംഗം പന്തലു. എന്താ ഈ സംഘടനയുടെ പ്രത്യേകത? ആന്ധ്രാപ്രദേശിലെ സാമൂഹിക പരിഷ്കരണ സംഘടന. വീരേശലിംഗം പന്തലു തുടക്കം കുറിച്ച മറ്റൊരു സംഘടനയാണ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ 1892. ആനി ബെസന്റ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ എന്ന സംഘടന ആരംഭിച്ചിട്ടുണ്ട് ഏത് വർഷം? 1904. വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് വീരേശലിംഗം പന്തലു തന്നെ ഏത് വർഷം? 1874. അടുത്ത് പറയുന്നു ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം. രൂപീകരിച്ചത് 1913 നവംബർ മാസം 1-ാം തീയതി. സ്ഥാപകൻ ലാലാ ഹർദയാലാണ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സാൻ ഫ്രാൻസിസ്കോ. ആദ്യ പേര് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നായിരുന്നു. സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് ഫഗ്ന. സ്ഥാപക സെക്രട്ടറി എന്ന് പറയുന്നത് ലാലാ ഹർദയാലാണ്. മറ്റ് നേതാക്കൾ റാഷ് ബിഹാരി ബോസ്, കത്താർ സിംഗ് സാരഭ, അബ്ദുൽ ഹഫീസ് മുഹമ്മദ് എന്നിവർ. ലക്ഷ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുക. പ്രധാന പ്രക്ഷോഭം എന്ന് പറയുന്നത് കോമതകമാരു പ്രക്ഷോഭം 1914 കാനഡ. ഇന്ത്യൻ അഭയാർത്ഥികളുടെ സുരക്ഷയായിരുന്നു കോമതകമാരു പ്രക്ഷോഭത്തിലൂടെ ഗദ്ദാർ പാർട്ടി നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ കോമതകമാരു പ്രക്ഷോഭം വിജയമായിരുന്നു. കോമതകമാരു എന്ന് പറയുന്നത് ഇന്ത്യൻ അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് കാനഡയിലെത്തിയ കപ്പലിന്റെ പേരാണ് കേട്ടോ. ഗദ്ദാർ പാർട്ടി പുറത്തിറക്കിയ ലഘുലേഖ ഗദ്ദാർ എന്നാണ് അറിയപ്പെട്ടത്. ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം വിപ്ലവം നമ്മൾ പഠിച്ചു അല്ലെ? ഈ ഗദ്ദാർ എന്ന ലഘുലേഖയുടെ തലക്കെട്ട് അംഗ്രസി രാഷ്ട്രവ ദുഷ്മൻ എന്നായിരുന്നു. ഗദ്ദാർ പാർട്ടി പുറപ്പെടുവിച്ച പരസ്യം ധീര വിപ്ലവകാരികൾ ആവശ്യമുണ്ട്, യുദ്ധരംഗം ഇന്ത്യ, ശമ്പളം മരണം, മൂല്യം രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം. സംഘടന പിരിച്ചുവിട്ടത് 1948. ഈ ഗദ്ദാർ പാർട്ടി എവിടെയാണ് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചത്? കാനഡയിലോ അമേരിക്കയിലോ ആണെന്നേ. അവിടെ ഇന്ത്യയിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപാട് ഇന്ത്യൻ അഭയാർത്ഥികളുണ്ട്. അവരിൽ നിന്ന് വിപ്ലവകാരികളെ കണ്ടെത്തുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് പിന്നെ ഈ സംഘടനയുടെ പ്രവർത്തനം ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ 1948 പിരിച്ചുവിടുകയും ചെയ്തു. ഭാരതീയ വിദ്യാഭവൻ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ ട്രസ്റ്റാണ്. സ്ഥാപിതമായത് 1938. ആസ്ഥാനം മുംബൈ. സ്ഥാപകൻ KM മുൻഷിയാണ്. ഭാരതീയ വിദ്യാഭവൻ എന്ന വിദ്യാഭ്യാസ ട്രസ്റ്റ് രൂപീകരിക്കാൻ സഹായം നൽകിയതും
വേണ്ട പിന്തുണ നൽകിയതും ആരായിരുന്നു? ഗാന്ധിജിയുമായിരുന്നു. അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ചില സംഘടനകളെ കുറിച്ച് പഠിച്ചുറപ്പിച്ചു. എത്രയും കൃത്യമായി മനസ്സിലുണ്ടാവട്ടെ. തുടർന്ന് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ.